ഞാൻ സുധ ട്രാഫിക് വാർഡനായിട്ട് 3 വർഷമായി വർക്ക് ചെയ്യുന്നു. സ്റ്റാർട്ടിങ് ഞാൻ ലുലു മാളിലാണ് വർക്ക് ചെയ്തത്. ആദ്യം വർക്ക് ചെയ്തപ്പോൾ എനിക്ക് കൈ പൊക്കാനും വണ്ടി വിടാനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എനിക്ക് ആ ജോലിയോട് ഇഷ്ടം കൂടി, വണ്ടി ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല എന്നൊരു അവസ്ഥയായി. ലുലു മാള്, ഫോറം മാള്, മെട്രോ, അങ്ങനെ 2 വർഷത്തിനിടക്ക് ഞാൻ പല സ്ഥലത്തും വർക്ക് ചെയ്തു. ഇപ്പോൾ ഞാൻ മെഡിക്കൽ സെൻ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. മെഡിക്കൽ സെൻ്ററിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇപ്പോൾ മെഡിക്കൽ സെൻ്ററാണ്. നമുക്ക് എല്ലാ സപ്പോർട്ടും ട്രാഫിക് സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്നുണ്ട്. വണ്ടി ബ്ലോക്ക് വരുമ്പോൾ കൂടുതലും എനിക്ക് തോന്നുന്നത് വണ്ടി നമ്മളെ ചതിക്കില്ല, വണ്ടിയിലുള്ള ആളുകളാണ് നമ്മളെ നമുക്ക് അവർ പൊരുത്തപ്പെട്ട് പോകാൻ ബുദ്ധിമുട്ട്. നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. വെച്ചാൽ വണ്ടി നോ പാർക്കിങ്ങിലിട്ടാൽ അവർ നമ്മളോട് മോശമായി സംസാരിക്കുകയും, പക്ഷെ നമ്മളവരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കാണ്ടിരിക്കുക. ട്രാഫിക്കിലെ വാർഡന്മാർ ചെയ്യേണ്ടത് മോശമായിട്ട് നമ്മൾ സംസാരിക്കാതിരിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നത് അവർ നമ്മളോട് കുറച്ചുകൂടി മര്യാദയ്ക്ക് സംസാരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ പിന്നെ എനിക്ക് ഈ വർക്ക് ചെയ്യുമ്പോഴാണ് എൻ്റെ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മാറണത് ഈ വർക്ക് ചെയ്ത് കൊണ്ടിരിക്കുമ്പോഴാണെന്ന് എനിക്ക് തോന്നണത്. പിന്നെ 2 മണി വരെയുള്ള എൻ്റെ വർക്കിംഗ് ടൈം. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ വീടും പിന്നെ ടൈലർ ഷോപ്പുണ്ട് എനിക്ക്. 15 വർഷമായിട്ട് ഞാൻ ടൈലർ ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്നതാണ്. എൻ്റെ കൈക്ക്, വലത്തെ കൈക്കൊരു ചെറിയ തേയ്മാനമുണ്ട്. അപ്പോൾ കൈ തളർന്നു പോയതാണ്. കൈ തളർന്നു പോയതുകൊണ്ട് പിന്നെ ഞാനിപ്പോൾ തയ്യൽ അങ്ങനെ ചെയ്യാറില്ല. ഇപ്പോൾ വേറെ ബിസിനസ്സുണ്ട്. സോപ്പ് പൊടി, ഗിഫ്റ്റ് ഷോപ്പ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എൻ്റെ മോളാണ്. മോളോട് ഞാൻ എല്ലാ കാര്യവും ഷെയർ ചെയ്യും, അവൾ എന്നോട് ഷെയർ ചെയ്യും. എൻ്റെ മോൾ ഞാനും ഫ്രണ്ട് പോലെയാണ്. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. കടയിലാണെങ്കിലും അവൾ എന്നെ എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്ത് സങ്കടം വന്നാലും അവൾ എന്നോട് പറയും, ഞാൻ അവളോട് പറയും. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എൻ്റെ മോളാണ്. അമ്മ ചെറുപ്പം മുതൽ എൻ്റെ കാര്യങ്ങൾ നോക്കുന്നത് അമ്മയാണ്. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് വേണ്ടി അമ്മ. ഒത്തിരി പേരുടെ പരിഹാസം കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അമ്മക്ക് ഈ ജോലി പോണതിന്. ട്രാഫിക് വാർഡൻ എന്ന് പറഞ്ഞ ജോലിക്ക് കയറിയ പിന്നെ വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒരുപാട് പേരുടെ പരിഹാസം നമുക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴേക്ക് എപ്പോഴും സപ്പോർട്ട് ചെയ്ത് അമ്മേനെ കൊണ്ട് പറ്റും, അമ്മേനെ കൊണ്ട് ഇതൊന്നും നടക്കും, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ സപ്പോർട്ട് ചെയ്യും. കാരണം ചെറുപ്പം മുതൽ അമ്മയാണ് എൻ്റെ എല്ലാം. അമ്മ എന്നെ നോക്കണ പോലെ വേറൊരു അമ്മമാരെ നോക്കിയില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഞങ്ങൾ ഒരു ഫ്രണ്ട്സിനെ പോലെ എല്ലാ കാര്യവും തുറന്നു പറയും, ഒരു കാര്യം മറച്ചു വെക്കാറില്ല. എല്ലാ കാര്യവും ഞങ്ങൾ പറയാറുണ്ട്, തുറന്നു പറയാറുണ്ട്. എനിക്കിനി എൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. എനിക്ക് എൻ്റെ മോളെ ഒരു നല്ലൊരു ചെറുപ്പക്കാരനെ കൊണ്ട് കെട്ടിച്ചു വിടണം. അത് കഴിഞ്ഞ് എനിക്ക് ഒരുപാട് ക്ഷേത്രങ്ങളിലൊക്കെ പോകണം എന്നാണ്